ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു എ ന്യൂ ഫ്രഷ് എപ്പിസോഡ്. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേരൊന്നുമില്ല, 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആ ബേബിനെ വെച്ച് എല്ലാം ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാനാണ്. ബീങ് പ്രഗ്നൻറ്റ് ആൻഡ് എ മദർ ഓഫ് 15 months ഓൾഡ് ബേബി, സത്യം പറയാലോ എളുപ്പമൊന്നുമില്ല, കുറച്ച് നല്ല ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീൽ പ്ലാനിങ് ആണ്. ഈ മീൽ പ്ലാനിങ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊല്ലത്തോളമായി. ഇപ്പോഴാണ് അത് ചെയ്യാനുള്ളൊരു പുഷ് വന്നത്. സത്യം പറഞ്ഞാൽ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സത്യം പറഞ്ഞാൽ എന്ന് കയറി വരും. ഞാൻ പറയുന്നൊരു രീതി അങ്ങനെ ആയിട്ടാണ്. എനിവേസ് വീക്ക്ലി ചെയ്യുന്ന കാര്യമാണ് ഈ മീൽ പ്ലാനിങ് എന്ന് പറയുന്നത്. യൂഷ്വലി എല്ലാവരും വീക്കെൻഡ്സ് സാറ്റർഡേ സൺഡേ ആണ് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാറ്. പക്ഷേ ഞാൻ നേരെ തിരിച്ച് മൺഡേ ആണ് പോകുന്നത്. കാരണം ഞാൻ തന്നെ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാനാണ് ഇഷ്ടം. കാത്തൂനും പുറത്ത് പോകാനുള്ള ഒരു ചാൻസുമായി. പിന്നെ ഷോപ്പിംഗ് ഒക്കെ പൊതുവേ എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. അത് എന്ത് ഷോപ്പിംഗ് ആയിക്കോട്ടെ, ഗ്രോസറി ഷോപ്പിംഗ് ആയിക്കോട്ടെ, ഞാൻ എൻജോയ് ചെയ്യാറ്. ഈ സ്ട്രോളർ പുഷ് ചെയ്തുകൊണ്ട് പോകുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ. ഇവനുള്ളതുകൊണ്ടൊന്ന് കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾക്ക് അടുത്ത് തന്നെ ബിഗ് മാർട്ട് ഉണ്ട്. സോ നടന്നു പോയി വാങ്ങിക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ബിഗ് മാർട്ട്. ഇവിടെ ഓരോ മുക്കിലും മൂലയിലും എന്തായിരിക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്കിപ്പോൾ മീൽ പ്ലാനിങ് ചെയ്തുകൊണ്ട് ഈ വീക്കിലേക്ക് എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ള ഒരു ലിസ്റ്റ് കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി കഴിയും കേട്ടോ. ഈ പച്ചമാങ്ങ കണ്ടപ്പോൾ അച്ചാറിടാൻ പൂതിയായിട്ട് വാങ്ങിച്ചതാ. ഇപ്പോഴും ഫ്രിഡ്ജിൽ അതേപോലെ ഇരിക്കുന്നുണ്ട്. ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നോ ഇത് അച്ചാറിട്ട് തന്നിട്ടുണ്ടാവും. അല്ല കൈ മാത്രം വരുന്നു. രണ്ടെണ്ണം. പിന്നെ ഇവനിക്കാണെങ്കിൽ ഇവൻ്റെ വോയിസോ ഒരു വീഡിയോയിലും പെടുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇപ്പം ഞാൻ തിരഞ്ഞെടുക്കുന്നത് സെർലാക്കിൻ്റെ ഫ്രൂട്ട് മിക്സ് ആണ് വിത്ത് നോ ആഡഡ് ഷുഗർ. അവൾക്ക് ഇവിടെ വന്നാലും ഒരു പ്രത്യേക വിശപ്പാണ് ആത്തൂന്. അപ്പം ഞാൻ മോസ്റ്റ്ലി ഇതാണ് കൊടുക്കാറ് കേട്ടോ. യൂട്യൂബ് ചാനലിന്റെ പേര് പറയട്ടോ, അത് ഫീമെയിൽ വേർഡ്സ് ഒന്നും ഇല്ലല്ലേ. ഇപ്പം ഞാൻ സാധനം കാണിച്ചു തരാം. ഞാൻ ഇവിടെ വന്ന സ്ഥിരം എടുക്കുന്നൊരു സാധനം ഉണ്ടത്. അതാണ് ഈ ഒരു ഐറ്റം. തൈര്, പിന്നെ ശുദ്ധമായ നാടൻ തൈര്. സോ ഗുഡ്. നല്ല പൊളിയുള്ള തൈരൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ്. ഈ വീക്കിൽ നമ്മൾ ഫിഷ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ വീക്കിലും നമ്മൾ ഫിഷ് വാങ്ങിക്കാറില്ല. എനിക്ക് യൂഷ്വലി ചെറിയ ഫിഷിനോടാണ് ഇഷ്ടം. ചെറിയ ഫിഷൊന്നും ഇവിടെ കിട്ടാറില്ല. അജുനാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വലിയ ഫിഷിനോടാണ് ഇഷ്ടം. യൂഷ്വലി ഇവിടുന്ന് ആവോലിയാണ് പർച്ചേസ് ചെയ്യാറ്. വേറെ പ്രത്യേകിച്ച് മീനിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് പേരൊന്നും നോക്കിയാലൊന്നും മനസ്സിലാവില്ല, കണ്ടാലും മനസ്സിലാവില്ല. അതുകൊണ്ട് ആവോലി വാങ്ങിച്ചിട്ട് പോരും. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കണ്ട. അതിനൊരു പ്രത്യേകത ഉണ്ട്. അവൾക്ക് സ്ട്രോളർ വെറുതെ ഇടുന്നത് ഇഷ്ടമല്ല. അവൾക്ക് ഇങ്ങനെ ആരെങ്കിലും പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സ്ട്രോളർ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. തെമീസ് ആണെന്നുണ്ടെങ്കിൽ പാവം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് മതിയായിരിക്കണം അവൾക്ക്. പിന്നെ ഈ ഐറ്റംസൊക്കെ അവർ ഡെലിവറി ചെയ്യും കേട്ടോ. ഇന്നൊരു 30 minutes എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫിഷും ചിക്കനും ഞാൻ അങ്ങോട്ട് കയ്യിലെടുത്തു. ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലാ റബ്ബിന തവക്കൽന. അങ്ങനെ നമ്മൾ ബാക്ക് ടു റൂം. ഇനി ഞാനൊരു സത്യം പറയാം. ഇപ്പം ഞാൻ കാണിച്ച ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോയും ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോസും വേറെ വീക്കിലാണ് എടുത്തത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ബിരിയാണി ഉണ്ടാക്കാണ്ടായിരുന്നു. ബ്രദറിന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഈ മീൽ പ്രപ്പിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാനത് വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, കഴിഞ്ഞ ആഴ്ച ആവോലിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആഴ്ച ഞങ്ങൾ ഫിഷേ വാങ്ങിച്ചിട്ടില്ല. ഈ ഒരു സ്ലൈസ് ഓഫ് സാൽമൺ ഫിഷ് ഞാൻ ആത്തൂന് വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ. നമ്മളപ്പോൾ മീൽ പ്രപ്പിംഗ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ചിക്കനും ഫിഷും കഴുകിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ കയറ്റുക എന്നുള്ളതാണ്. എനിക്ക് പിന്നെ പ്രഗ്നൻ്റാന്ന് വിചാരിച്ചിട്ട് ചിക്കനും ഫിഷ് കഴുകുമ്പോഴുള്ള സ്മെല്ലിൻ്റെ ഇഷ്യൂസൊന്നും ഇല്ല കേട്ടോ. ചില ആൾക്കാർക്ക് അത് മതി, പിന്നെ വൊമിറ്റിംഗ് സെൻസേഷനും കാര്യങ്ങളും വരാൻ. പിന്നെ അത് കഴുകുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് കഴുകാൻ നോക്കാറുണ്ട് കേട്ടോ മോസ്റ്റ്ലി. ഞാൻ പിന്നെ ചിക്കൻ കഴുകുമ്പോൾ ഓരോ പീസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കഴുകാറുണ്ട് കേട്ടോ. എനിക്ക് വസ്വാസം ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇനി അതിൻ്റെ ഇഷ്യൂ കൊണ്ടാണോ അതോ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ കഴുകാറ്? പ്ലീസ് കമൻറ്റ് ബിലോ. എനിവേസ് ചിക്കനും ഫിഷൊക്കെ കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകി ഫ്രഷായിട്ട് കുറച്ച് നേരം ഒന്ന് പോയി കിടക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തണ്ടൽ ഇപ്പം തന്നെ തീരെ വയ്യ. കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം.
ഇപ്പോൾ ചിക്കൻ കായപ്പെട്ട പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു മണ്ടത്തരം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഫ്രീ ആയപ്പോൾ ടൈം കിട്ടിയപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തേക്ക് എടുത്തേക്കാൻ പറഞ്ഞിട്ട് ഇപ്പോഴും ഫ്രീസായിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. അത് വെച്ച് തൽക്കാലത്തിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ. ഈ വീക്കിൽ ഞാൻ ചിക്കൻ കറി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ഫുൾ ചിക്കൻ ഫ്രൈ ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിക്കാണ് ഞാൻ മാരിനേറ്റ് ചെയ്യുന്നത്. യൂഷ്വലി ഇപ്പോൾ കറി ഐറ്റംസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇത്ര അധികം മാരിനേഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഉപ്പ്, കുരുമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യാറ്. സിപ്ലോ കവേഴ്സിലാണ് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കാറ്. ഇപ്രാവശ്യം ഞാൻ യൂഷ്വലി വാങ്ങിക്കുന്ന സിപ്ലോ കവറിൻ്റെ സൈസല്ല വാങ്ങിച്ചത്, മാറിപ്പോയി. പക്ഷേ ഇത് ഓക്കെയാണ്, ഇതിൽ സ്റ്റോർ ചെയ്യാനും ഓക്കെയാണ്. പിന്നെ ഞാനും അജും മാത്രമേ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചിക്കൻ വാങ്ങിച്ചാൽ തന്നെ ഒരു 3 ടൈംസിലൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അത് 3 പാക്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഇപ്പം നിങ്ങൾ കേട്ടത് ആത്തു പാത്രങ്ങളൊക്കെ കിച്ചണിൽ വന്നിട്ട് വലിച്ചിടുന്നുണ്ട്. എന്തായാലും ആളുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഞാൻ ആത്തുവിൻ്റെ ഫിഷ് മാരിനേറ്റ് ചെയ്യണം. ഞാൻ ഒരു സ്ലൈസ് ഉള്ളത് ഹാഫാക്കി കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു ടൈം ഇവൾക്ക് ഞാൻ ഫുൾ സ്ലൈസായിട്ട് അറിയാണ്ട് കൊടുത്തപ്പോൾ അവൾ ഫുള്ള് തിന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഹാഫായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവൾക്ക് ചെയ്യുന്ന മാരിനേഷനിൽ ഞാൻ ഉപ്പ്, കുരുമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ഇതൊക്കെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ആണ് ഞാൻ മാരിനേറ്റ് ചെയ്യാറ്. അങ്ങനെ മാരിനേഷൻ പരിപാടികൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഞാനിതും ഫ്രീസറിലേക്ക് കയറ്റാൻ പോവാണ് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കടല വേവിച്ചെടുക്കാനുണ്ട്. ഞാൻ രാവിലെ വെള്ളത്തിലിട്ടതായിരുന്നു, ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട് വേവിക്കാൻ. അപ്പോൾ ജസ്റ്റ് ഉപ്പും ടേമറിക് പൗഡറും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. പിന്നെ ഫ്രൂട്ട്സ്, മുന്തിരി, സ്ട്രോബെറി, ബ്ലൂബെറി പോലത്തെ ഫ്രൂട്ട്സുകളൊക്കെ ഞാൻ കഴുകിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ് ഫ്രിഡ്ജിൽ. കാരണം കുറച്ച് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇനി തിന്നണ സമയത്ത് കഴുകാൻ മടിച്ചിട്ട് ചിലപ്പോൾ തിന്നല്ല, അങ്ങനത്തെ ഒരു ചെറിയ സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ വേണ്ടപ്പെടുത്ത് തിന്നാലോ. അപ്പോൾ അതുകൊണ്ട് കഴുകിയിട്ടാണ് സ്റ്റോർ ചെയ്യാറ് യൂഷ്വലി. ഇപ്പം ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കും. ഒരു 5 മിനിറ്റ്സ് ഇട്ട് വെച്ചിട്ട് അങ്ങനെ കഴുകിയിട്ട് അതേ സെയിം ഇതിൽ ഞാൻ സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇനിയുള്ളൊരു പണി എന്ന് പറയുന്നത് നമുക്ക് ക്യാബേജും ചീരയും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് നമുക്ക് നല്ല സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പണി. ചീര പിന്നെ എല്ലാം നല്ല ഇലകളായിരുന്നു കേട്ടോ, നമുക്ക് അതിൽ കളയാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ മണ്ണൊക്കെ ജസ്റ്റ് മണ്ണുണ്ടാവുമല്ലോ അതൊന്ന് താഴെ ഒന്ന് സെറ്റിൽ ഡൗൺ ആവാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി നേരം വെച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ശരിക്കും എല്ലാവരും പ്രോപ്പർ വേ എന്നൊന്നും അറിയില്ല. ഞാനെന്തായാലും ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇപ്പം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു കത്തിക്കും മൂർച്ചയില്ല. ഞാൻ ആകെ പെട്ട് കിടക്കുകയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്തായാലും. അപ്പോൾ ഞാൻ ക്യാബേജൊക്കെ കഷ്ടപ്പെട്ട് നുറുക്കി എന്നിട്ട് കഴുകി വാരച്ചിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും എന്തായാലും ഞാൻ ചീര ഒന്ന് നന്നാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ ക്യാബേജ് മുന്നേ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ചീര അത് ആദ്യമായിട്ടാണ്, അതുകൊണ്ട് കുറച്ച് മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനിത് ആദ്യം ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ഡ്രൈ ആക്കിയിട്ടാണിത് അരിയേണ്ടത് ആക്ച്വലി. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഡ്രൈ ആക്കി അരിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് എന്തായാലും ഇതിൽ നിന്ന് ആ ഒരു റെഡ് കളർ ഇത് എന്തായാലും കുറച്ച് ഒലിക്കും. അപ്പോൾ ഞാൻ ആദ്യം ടിഷ്യൂ വെച്ചിട്ടാണ് ഞാൻ ഇതിലിട്ടിരുന്നത്. അപ്പോൾ ടിഷ്യൂ ഒക്കെ ആക്ച്വലി റെഡ് കളറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിപ്ലോ കവർ വാങ്ങിച്ചപ്പോൾ സൈസ് മാറിപ്പോയിന്ന്, അതിപ്പോൾ നന്നായിട്ട് അറിയുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട്. ഇതിൽ സ്റ്റോർ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ പോയി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് എപ്പോഴും പാക്ക് ചെയ്യുമ്പോൾ ലൂസായിട്ട് പാക്ക് ചെയ്യണം, എപ്പോഴും ടൈറ്റായിട്ട്
പാക്ക് ചെയ്യരുത്, എയറിനുള്ള സർക്കുലേഷനുള്ള സ്പേസ് വേണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നൈസായിട്ട് അതുപോലൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1, 2, 3 അങ്ങനെ 3 പാക്കറ്റ് ക്യാബേജ് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചീര ഞാൻ മുന്നേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീരയും ക്യാബേജും റെഡിയാണ്. നമുക്കിനി വേണ്ടപ്പോൾ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി. പിന്നെ റീസ്റ്റോക്കിങ് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. കൊടുന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലും അതിൻ്റെ സ്ഥാനത്തൊക്കെ അങ്ങോട്ട് വെക്കണേ, അതൊക്കെ തന്നെ. പിന്നെ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും വന്നു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോർ ചെയ്യും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്യും അതിൽ തന്നെ. അങ്ങനെ ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് പെട്ടെന്നൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പെരുമാറാനൊക്കെ നൈസാട്ടോ. കുറേ മുന്നേ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമാണ് മീൽ പ്ലാനിങ്ങും മീൽ പ്രെപ്പിങ്ങും ഒക്കെ. പക്ഷെ അന്നും ഇതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ട് ഒക്കെ അതിൻ്റേതായ സമയത്ത് നടക്കും എന്ന് പറയുന്നത് കറക്റ്റാണ്. എനിക്ക് ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ വീക്കിലേക്ക് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. യൂഷ്വലി സാമ്പാർ കട്ട് ചെയ്ത് നല്ല അടിപൊളി പീസ് സെപ്പറേറ്റ് കിട്ടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നിയ വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടിട്ട് പാക്ക് ചെയ്തിട്ട് വരെ ചെയ്തത് കേട്ടോ. പിന്നെ ക്യാബേജും അതുപോലെ തന്നെ ബോട്ടിൽ ഗാർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചൊരക്ക അങ്ങനെ എന്തൊക്കെയോ പറയും നാട്ടിൽ. പിന്നെ അതേപോലെ തന്നെ ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ വീഡിയോ ഓൾമോസ്റ്റ് അല്ല കേട്ടോ, കഴിഞ്ഞു. ഇത്രയുള്ള വീഡിയോ. ഇത് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബേബിനെ വെച്ച് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ കുക്കിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അത് നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആവണമെന്ന് അറിയില്ല. മീൽ പ്രെപ്പിങ് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ട് ഉള്ള കാര്യമാണെന്നുള്ളത്. അപ്പോൾ അത്രയ്ക്കുള്ള ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എവിടെയും പോകരുത്.